12ാം ക്ലാസ് ബിസിനസ് സ്റ്റഡീസിൻ്റെ 4ാമത്തെ അധ്യായം പ്ലാനിംഗ് അഥവാ ആസൂത്രണം എന്നുള്ള അധ്യായത്തിൻ്റെ 1ാം ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി പ്ലാനിംഗ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വിശദമായിട്ട് കാണാം. പ്ലാനിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ആസൂത്രണം എന്നാൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നോടിയായി അതിനെക്കുറിച്ച് ചിന്തിച്ചാലോചിക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്ലാനിംഗ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ഹു ഈസ് ടു ബി ഡൺ. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കലാണ് ആസൂത്രണം എന്ന് പറഞ്ഞാൽ. പ്ലാനിംഗ് ഓൾസോ സീക്സ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. നമ്മൾ ഇപ്പോൾ എവിടെയാണുള്ളത്, നമുക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഇവ തമ്മിൽ ഒരു ഗ്യാപ്പ് നിലനിൽക്കുന്നുണ്ട്. പ്രസൻറ്റും ഫ്യൂച്ചറും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണത്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. സോ പ്ലാനിംഗ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. പ്രസൻറ്റ് സ്റ്റാറ്റസിൽ നിന്നും ഫ്യൂച്ചർ സ്റ്റാറ്റസിലേക്കുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് പ്ലാനിങ്ങിനെ നമുക്ക് കണക്കാക്കാൻ കഴിയും. പ്ലാനിങ്ങിൻ്റെ നിർവചനത്തിലേക്ക് നമുക്ക് കടക്കാം. ഡെഫിനിഷൻ ഓഫ് പ്ലാനിങ്. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് അതേഴ്സ് ടു പെർഫോം ഡിഫറെൻറ്റ് മാനേജീരിയൽ ഓപ്പറേഷൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ പ്രീ ഡിറ്റർമിൻഡ് ഗോൾ. ഹെൻറി ഫയോൾ പ്ലാനിങ്ങിന് നൽകിയിരിക്കുന്ന നിർവചനമാണ്: പ്ലാനിംഗ് ഈസ് ഡിസൈഡിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് അതേഴ്സ്. അനവധി ഓൾട്ടർനേറ്റീവ്സുകളിൽ നിന്നും അല്ലെങ്കിൽ ലഭ്യമായ വിവിധ ബദലുകളിൽ നിന്നും നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനമാണ് പ്ലാനിംഗ്. ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിങ് ദ പ്രീ ഡിറ്റർമിൻഡ് ഗോൾ. മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇത്തരത്തിലുള്ള വിവിധ ബദലുകളിൽ നിന്നും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളവ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുക്കൽ തീരുമാനമാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ്? പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് പോയിന്റ് ഈസ് പ്ലാനിംഗ് പ്രൊവൈഡ്സ് ഡയറക്ഷൻസ്. പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുന്നത് പ്ലാനിംഗ് ആണ്. Planning ensures that the goals or objectives are clearly stated so that they act as a guide for deciding what action should be taken and in which direction. പ്ലാനിങ്ങിലൂടെ നമ്മൾ ഏറ്റെടുത്തിട്ട് ചെയ്യേണ്ട ലക്ഷ്യനിർവഹണത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മുൻകൂട്ടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. വ്യക്തമായൊരു ദിശാബോധം അതിലൂടെ പ്ലാനിംഗ് നൽകുന്നുണ്ട്. ഇഫ് ദർ വാസ് നോ പ്ലാനിംഗ്, എംപ്ലോയീസ് വുഡ് ബി വർക്കിംഗ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ആൻഡ് ദ ഓർഗനൈസേഷൻ വുഡ് നോട്ട് ബി ഏബിൾ ടു അച്ചീവ് ഇറ്റ്സ് ഡിസൈർഡ് ഗോൾസ്. വ്യക്തമായൊരു പ്ലാനിംഗ് ഇല്ലെങ്കിൽ തൊഴിലാളികൾ ഓരോരുത്തരും അവർക്ക് തോന്നുന്ന രീതിയിൽ അല്ലെ വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ഷൻസിൽ അവർ ജോലി ചെയ്യുകയും സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയാതെ വരികയും ചെയ്തു. രണ്ടാമതായി, പ്ലാനിംഗ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. ഫ്യൂച്ചർ അൺസർട്ടൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി പരമാവധി കുറയ്ക്കാൻ പ്ലാനിംഗ് സഹായിക്കുന്നുണ്ട്. പ്ലാനിംഗ് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് എനേബിൾസ് എ മാനേജർ ടു look ahead and anticipate changes.
By deciding in advance the task to be performed, planning shows the way to deal with the changes and uncertain events. ഭാവിയെ വളരെ ഒരുക്കത്തോടുകൂടി നേരിടാൻ വേണ്ടി അതുകൊണ്ട് പ്ലാനിങ് ഏറെ സഹായിക്കുന്നുണ്ട്. പ്ലാനിങ്ങിലൂടെ നമുക്ക് അൺസർട്ടനിറ്റിയായിട്ടുള്ള റിസ്ക് കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. മൂന്നാമതായി, പ്ലാനിങ് റെഡ്യൂസസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. വ്യക്തമായ പ്ലാനിങ്ങിലൂടെ വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് കുറയ്ക്കാനും അതിലൂടെ ഓവർലാപ്പിംഗ് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. Planning serves as the basis of coordinating the activities and efforts of different divisions, departments and individuals. It helps in avoiding confusion and misunderstanding. And fifthly, planning facilitates decision making. Planning helps the managers to look into the future and make a choice from amongst various alternative course of action. ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങളെ ഇവിടെ വിലയിരുത്തിക്കൊണ്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനിങ്ങിലൂടെ തീരുമാനമെടുക്കൽ വളരെ ഫലവത്തായിട്ട് നടത്താൻ കഴിയുന്നുണ്ട്. മാനേജർ ഹാസ് ടു ഇവാലുവേറ്റ് ഈച്ച് ഓൾട്ടർനേറ്റീവ് ആൻഡ് സെലക്ട് ദ മോസ്റ്റ് വയബിൾ പ്രൊപ്പോസിഷൻ. ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റീവ്സ് ഇല്ല എങ്കിൽ അവിടെ പ്ലാനിങ്ങിന് പ്രസക്തിയൊന്നുമില്ല. പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ ലഭ്യമായ ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കലാണ്. ആ ഡിസിഷൻ മേക്കിങ്ങിലാണ് പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനമിരിക്കുന്നത്. സിക്സ്തിലി, പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. കൺട്രോളിങ്ങിനുള്ള സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്ന പ്ലാനിങ്ങിൻ്റെ സമയത്താണ്. നിയന്ത്രണം സാധ്യമാക്കണമെങ്കിൽ പ്ലാനിങ്ങിൻ്റെ സമയത്ത് സ്റ്റാൻഡേർഡ്സ് നിർണ്ണയിക്കേണ്ടതുണ്ട്. ഓരോ എംപ്ലോയിയും, ഓരോ യൂണിറ്റും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ മുൻകൂട്ടി നിശ്ചയിച്ചെങ്കിൽ മാത്രമേ നിയന്ത്രണം സാധ്യമാകുകയുള്ളൂ. പ്ലാനിങ് പ്രൊവൈഡ്സ് ദ ഗോൾസ് ഓർ സ്റ്റാൻഡേർഡ്സ് against which actual performance is measured. By comparing actual performance with some standard, and if there is any deviation, managers can take corrective actions. പ്ലാനിങ്ങിൽ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്നതിലൂടെ യഥാർത്ഥ പെർഫോമൻസിന് ശേഷം സ്റ്റാൻഡേർഡ്സുമായിട്ട് ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്തുകൊണ്ട് ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ സാധ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ തിരുത്തൽ നടപടികൾ എടുക്കണമെങ്കിൽ പ്ലാനിങ്ങിൻ്റെ സമയത്ത് ഗോൾസ് അഥവാ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. സോ പ്ലാനിങ് എസ്റ്റാബ്ലിഷസ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്. പ്ലാനിങ് ഇല്ലാതെ അപ്പോൾ കൺട്രോളിങ് സാധ്യമല്ല എന്ന് മനസ്സിലാക്കാം. Then next about the main features of planning. Firstly, planning focuses on achieving objectives. ലക്ഷ്യ നിർവഹണത്തിലാണ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലാണ് പ്ലാനിങ് ഊന്നൽ നൽകുന്നത്. Specific goals are set out in the plans along with the activities to be undertaken to achieve the goals. പ്ലാനുകളിലാണ് നമ്മുടെ ലക്ഷ്യം എന്താണെന്നും ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും വിശദീകരിക്കുന്നു. Plan has no meaning unless it contributes to the achievement of predetermined organization goals. ലക്ഷ്യനിർവഹണം സാധ്യമല്ല എങ്കിൽ പ്ലാനിങ് ഫലവത്തായില്ല എന്ന് അർത്ഥമാക്കുന്നത്. രണ്ടാമതായി, പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു കർത്തവ്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. Planning provides the basis for all other functions. All other managerial functions are performed within the framework of the planned role. മറ്റേത് കർത്തവ്യം ചെയ്യുന്നുവെങ്കിലും അതെല്ലാം അടിസ്ഥാനമായിരിക്കുന്നത് പ്ലാനിംഗ് ഫംഗ്ഷനിലാണ്. This is also referred to as primacy of planning.
പ്ലാനിങ്ങിൻ്റെ ഈ പ്രത്യേകതയാണ് പ്രൈമസി ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. മറ്റെല്ലാ മാനേജ്മെൻറ്റ് കർത്തവ്യങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ളത് പ്ലാനിങ് ആണ്. തേർഡ്ലി, പ്ലാനിങ് ഈസ് പെർവസീവ്. എല്ലാത്തരം സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിൽ എല്ലാ തലങ്ങളിലും ആവശ്യമുള്ള ഒന്നാണ് പ്ലാനിങ്. അതുകൊണ്ടാണ് പ്ലാനിങ് സർവ്വവ്യാപിയാണെന്ന് പറയുന്നത്. പ്ലാനിങ് ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആസ് വെൽ ആസ് in all departments of the organization. The top management prepares the overall plans, middle management does the departmental planning, at the lowest level the day-to-day operational plans are prepared. മാനേജ്മെൻറ്റിലെ എല്ലാ തലങ്ങളിലും പ്ലാനിങ് ആവശ്യമാണ്. അല്ലാതെ പ്ലാനിങ് എന്ന് പറയുന്ന ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മാത്രം ഒരു കർത്തവ്യമല്ല. ഉദാഹരണമായിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൻ്റെ ഓവറോൾ പ്ലാനുകൾ തയ്യാറാക്കുന്നവരാണ്. എന്നാൽ മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആകട്ടെ ഡിപ്പാർട്ട്മെൻ്റൽ പ്ലാനുകളാണ് തയ്യാറാക്കുന്നത്. എന്നാൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഓപ്പറേഷണൽ പ്ലാനുകളാണ് തയ്യാറാക്കുന്നത്. നാലാമതായി, പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. തുടർച്ചയായൊരു പ്രക്രിയയാണ് പ്ലാനിങ്. പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം, മേ ബി ഫോർ എ മന്ത്, എ ക്വാർട്ടർ or a year. At the end of that period, there is need for a new plan to be drawn on the basis of new requirements and future conditions. പ്ലാനുകൾ ഒരു നിശ്ചിത കാലയളവിലേക്കാണ് തയ്യാറാക്കപ്പെടുന്നത്. അവയ്ക്ക് ശേഷം പുതിയ പ്ലാനുകൾ തയ്യാറാക്കപ്പെടുകയോ അല്ലെങ്കിൽ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലവിലുള്ള പ്ലാനുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു തുടരുന്ന പ്രക്രിയയാണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് പറയാറുള്ളത്. അഞ്ചാമതായി, പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാനിങ് എസെൻഷ്യലി ഇൻവോൾവ്സ് ലുക്കിംഗ് അഹെഡ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ ദ ഫ്യൂച്ചർ. നാളേക്കുള്ള ഒരു എത്തിനോട്ടമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് പീപ്പിംഗ് ഇൻ ടു ദ ഫ്യൂച്ചർ, അനലൈസിങ് ഇറ്റ് ആൻഡ് പ്രഡിക്റ്റിംഗ് ഇറ്റ്. അതുകൊണ്ടാണ് ഫോർകാസ്റ്റിംഗ് ആണ് പ്ലാനിങ്ങിൻ്റെ എസൻസ് എന്ന് പറയുന്നത്. നാളെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. നാളത്തെ സിറ്റുവേഷൻ മനസ്സിൽ കണ്ടുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കലാണ്. സോ ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് ഇൻ നേച്ചർ. പ്ലാനിങ് ഈസ് റിഗാർഡഡ് ആസ് എ ഫോർവേഡ് ലുക്കിംഗ് ഫങ്ഷൻ. മാനേജ്മെൻറ്റിൻ്റെ പ്രഥമ ഫങ്ഷനായിട്ടുള്ള പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫങ്ഷനാണ്. ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെ നാളേക്ക് വേണ്ടിയാണ് പ്ലാനുകൾ ചെയ്യുന്നത്. So, planning is a forward-looking function. ആറാമതായി, planning involves decision making. Planning essentially involves choice from among various alternatives. അനവധി ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കലാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. The need for planning arises only when alternatives are available. ഓൾട്ടർനേറ്റീവ്സ് ലഭ്യമല്ലെങ്കിൽ പിന്നെ പ്ലാനിങ്ങിന് പ്രസക്തിയില്ല. Planning involves evaluation of each alternative and choosing the most appropriate one. ലഭ്യമായിട്ടുള്ള എല്ലാ ബദലുകളെയും വിലയിരുത്തി അതിലേറ്റവും അനുയോജ്യമായിട്ടുള്ളത് തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. So planning involves decision making. And seventhly, planning is a mental exercise. Planning requires application of the mind involving foresight, intelligent imagination and sound judgment. ഇത്തരത്തിൽ ഏറെ ബുദ്ധിപരമായിട്ട് നിർവഹിക്കേണ്ടതായിട്ടുള്ളൊരു കർത്തവ്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. It is basically an intellectual activity of thinking rather than doing. പ്രവർത്തികൾ ചെയ്യലല്ല, ആ പ്രവർത്തികൾ എങ്ങനെ ചെയ്യണമെന്ന് മുൻകൂട്ടി ചിന്തിച്ചാലോചിക്കലാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. We shall discuss in detail about the various limitations of planning. പ്ലാനിങ്ങിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി. പ്ലാൻസ് ഡിസൈഡ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ആൻഡ് മാനേജേഴ്സ് മേ നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു ചേഞ്ച് ഇറ്റ്. നാളേക്ക് വേണ്ടിയാണ് പ്ലാനുകൾ തയ്യാറാക്കുന്നത്. പ്ലാനുകൾ മുൻകൂട്ടി തയ്യാറാക്കപ്പെടുന്നത് കൊണ്ട് തന്നെ
ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എപ്പോഴും മാറ്റങ്ങൾ വരുത്തുക സാധ്യമാവണമെന്നില്ല. This kind of rigidity in plans may create difficulty. Managers need to give some flexibility to be able to cope up with the changed circumstances. എന്നാൽ പ്ലാനുകൾ വിജയപ്രദമാകണമെങ്കിൽ മാറിവരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്ലാനുകളിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയണം. എന്നാൽ പലപ്പോഴും ടോപ്പ് മാനേജ്മെൻറ്റ് തയ്യാറാക്കുന്ന പ്ലാനുകൾ നടപ്പിലാക്കുന്ന ലോവർ ലെവലുകളിൽ തിരുത്തലുകൾ നടത്താൻ സാധ്യമാവണമെന്നില്ല. രണ്ടാമതായി, പ്ലാനിംഗ് മേ നോട്ട് വർക്ക് ഇൻ എ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. അടിക്കടി മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്ലാനുകൾ ഫലവത്താകണമെന്നില്ല. It becomes difficult to accurately assess future trends in the environment. If economic policies are modified or political conditions in the country are not stable or there is a natural calamity. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തികവും രാഷ്ട്രീയവും നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പ്ലാനുകൾ ദീർഘകാലത്തേക്ക് ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. പ്ലാനിങ് cannot foresee everything and thus there may be obstacle in effective planning. അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കുക സാധ്യമല്ല. അതുകൊണ്ട് പലപ്പോഴും ഒരു ഡൈനാമിക് എൻവയോൺമെൻറ്റിൽ പ്ലാനിങ് ഫലവത്താകണമെന്നില്ല. മൂന്നാമതായി, പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. സർഗാത്മകതയ്ക്ക് തടയിടുന്ന ഒന്നാണ് പ്ലാനിങ് എന്ന് വിമർശിക്കാറുണ്ട്. Planning is an activity which is done by the top management. Usually, the rest of the members just implement these plans. സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിലെ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റാണ് സ്ഥാപനത്തിൻ്റെ പ്ലാനുകൾ തയ്യാറാക്കാറുള്ളത്. ലോവർ ലെവൽ മാനേജേഴ്സ് അവ നടപ്പിലാക്കുന്നവർ മാത്രമാണ്. As a consequence, middle management and other decision makers are neither allowed to deviate from plans. അപ്പോൾ പ്ലാനുകളിലെ അപാകതകൾ അതേപടി നടപ്പിലാക്കാനേ പലപ്പോഴും ലോവർ ലെവൽ മാനേജ്മെൻറ്റ് അപ്പോൾ കഴിയുകയുള്ളൂ. Thus, much of the initiative or creativity inherent in them also gets reduced. ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ക്രിയേറ്റിവിറ്റിയോ അവരുടെ ഇനിഷ്യേറ്റീവോ ഇവിടെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട്. നാലാമതായി, പ്ലാനിങ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്. ചിലവേറിയ ഒരു പ്രക്രിയയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. When plans are drawn up, huge costs are involved in their formulation. Detailed plans require scientific calculations to ascertain facts and figures. പലപ്പോഴും ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന ഒരു ചിലവേറിയ കാര്യമാണ്. The cost incurred sometimes may not justify the benefits derived from the plans. അപ്പോൾ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് നടത്തുകയാണെങ്കിൽ പലപ്പോഴും കോസ്റ്റ് ബെനഫിറ്റിനെ അധികരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ പ്ലാനുകൾ പ്രയോജനരഹിതമാകാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അഞ്ചാമതായി, പ്ലാനിങ് ഈസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. സമയം കൂടുതൽ ആവശ്യമുള്ള ഒരു പ്രക്രിയ കൂടിയാണ് പ്ലാനിങ്. ആസൂത്രണത്തിന് കൂടുതൽ സമയം വേണ്ടി വരുന്നു എന്നുള്ള ഒരു വിമർശനം കേൾക്കാറുണ്ട്. Sometimes plans to be drawn up takes so much of time that there is not much time left for their implementation. കൂടുതൽ സമയമെടുത്തുകൊണ്ട് പ്ലാനുകൾ തയ്യാറാക്കുന്നത് കൊണ്ട് പലപ്പോഴും അത് നടപ്പിലാക്കാനുള്ള സമയപരിമിതി ഉണ്ടാകാറുണ്ട്. ആറാമതായി, പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. ഒരിക്കലും പ്ലാനിങ് വിജയം ഉറപ്പ് നൽകുന്നില്ല. വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നതെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്തു എന്ന് കരുതിയിട്ട് കാര്യങ്ങൾ വിജയിക്കണമെന്നില്ല. അത് എത്ര ഫലവത്തായി നടപ്പിലാക്കിയോ എന്നതിനനുസരിച്ചിരിക്കെ ആണ് പ്ലാനിങ്ങിൻ്റെ വിജയം എന്ന് പറയുന്നത്. The success of an enterprise is possible only when plans are properly drawn up and implemented. Any plan needs to be translated into action for it to become meaningless. Sometimes the false sense of security may actually lead to failure instead of success.
അപ്പോൾ പ്ലാനുകൾ തയ്യാറാക്കി എന്ന് കരുതിയിട്ട് സ്ഥാപനത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തു എന്ന് ഒരു മിഥ്യാധാരണ പാടില്ല. പലപ്പോഴും പ്ലാനുകൾ ഒരു ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി നൽകുന്നു. തെറ്റായ ഒരു മിഥ്യാധാരണ പ്ലാനേഴ്സിൽ ഉണ്ടാക്കാറുണ്ട്. പ്ലാൻ ചെയ്താൽ മതി എല്ലാം വിജയിച്ചു എന്ന്. എന്നാൽ ഈ പ്ലാനുകൾ എത്രമാത്രം ഫലവത്തായിട്ട് നടപ്പിലാക്കിയോ എന്നതിലാണ് പ്ലാനിങ്ങിൻ്റെ വിജയം ഇരിക്കുന്നത്. Thank you everyone. Please watch the second part of this video.